ഒന്ന്, ശബരിമലയ്ക്ക് വേണ്ടി ആദ്യമായി ജയിലിൽ കിടന്നതും 10-20 ദിവസം ജയിലിൽ പോയതും നിരാഹാരം അനുഷ്ഠിച്ച വിശ്വാസികളുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് എല്ലാ ഉത്തരവാദിത്തോടും പറയാൻ കഴിയും. ബിന്ദു അമ്മിണിയോടോ കനകദുർഗയോടോ രഹന ഫാത്തിമയോടോ ഞങ്ങൾക്കാർക്കും ഒരു പ്രതികാരവും ദേഷ്യവും ഇല്ല. അവർ ചെയ്തത് പൂർണ്ണമായും തെറ്റാണ്. ആ തെറ്റിന് അവരെ എതിർക്കുകയും വേണം. ബിന്ദു അമ്മിണിയെ ആരോ ഇതുപോലെ തല്ലുന്നത് കാണുകയുണ്ടായി. ഞാൻ ബിന്ദു അമ്മിണിയോട് പരസ്യമായി മാഫി ചോദിച്ചാൽ, അന്ന് റിപ്പോർട്ടർ, റിപ്പബ്ലിക്, മാതൃഭൂമി 3 ചാനലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതാണ്. ഞാൻ അവരോടും ഒന്ന് വ്യക്തിപരമായ മാഫി ചോദിച്ചാൽ, ഞങ്ങൾക്ക് അതിൽ ആരോടും ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഈ അടുത്തിടയ്ക്ക് ശബരിമല കയറി എന്ന് പറയുന്ന ഏതോ സ്ത്രീക്ക് ഒട്ടും വയ്യാതെ കിടക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഒരു പ്രത്യേക ചാനൽ വളരെ സന്തോഷത്തോടെ സംസാരിച്ചു. ഞാനപ്പോ അവരോട് പറഞ്ഞു, എനിക്കങ്ങനെ യാതൊരു സന്തോഷവും ഇല്ല. ആരെങ്കിലും വയ്യാതെ എടുക്കുന്നതിന് നമ്മൾ സന്തോഷിക്കുന്നില്ല. എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അയ്യപ്പൻ പ്രതികാരമൂർത്തിയല്ല. അയ്യപ്പൻ ഈ KGF-ലെ റോക്കി ബായ് അല്ല. അതുകൊണ്ട് ഇനി താന്ത്രികപരമായി പോലും അങ്ങനെയാണ്. അയ്യപ്പൻ സന്യാസ ഭാവത്തിൽ, യോഗി ഭാവത്തിൽ, നമ്മുടെ അഭിലാഷ് സാർ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ അയ്യപ്പൻ നല്ല ശിക്ഷ നൽകും കേട്ടോ. ചില കാര്യങ്ങൾക്ക് അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. അത് അയ്യപ്പനെ, അത് നമ്മൾ നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി നറേറ്റീവ് ഉണ്ടാക്കാൻ പറയുന്നതാണ്. നമ്മുടെ ഒരു ദൈവവും പ്രതികാരമൂർത്തിയല്ല, കരുണാമൂർത്തികളാണ്. അയ്യപ്പൻ വിശിഷ്യ ശാന്തഭാവത്തിൽ, യോഗി ഭാവത്തിൽ ഇരിക്കുന്നതാണ്. ഈ പ്രതികാരമൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ചിരുന്നാൽ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ആരോടും ദേഷ്യമില്ല എന്ന് പറയുന്നത്. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശബരിമല എല്ലാവരുടെയും അമ്പലമാണ്. അതായത് 200 വർഷം മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ രേഖയിൽ പോലും ബ്രാഹ്മണരെ കുറിച്ച്, നായന്മാരെ കുറിച്ച്, മലയരയന്മാരെ കുറിച്ച് എല്ലാം പരാമർശവും. അയ്യപ്പന്റെ മഹത്വവും ഈ എല്ലാ ജാതി സമുദായങ്ങളെയും, നായരെ, ഈഴവനെ, ദൈവം പഠിച്ച ഒരു ഈഴവ കളരിയിലാണ്. മലയരയരെ, മുസ്ലിമായ വാവരെ, ക്രിസ്ത്യാനിയായ വെളുത്തയെ, ബ്രാഹ്മണരായ തന്ത്രിമാരെ, ഇവരെ ചേർത്ത് നിർത്തുന്നതാണ് അയ്യപ്പൻ. അതാണ് ഇന്ത്യയുടെ ടെംപ്ലേറ്റ് എന്നുള്ളത്. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ CPM-നെ എതിർക്കുന്ന വ്യക്തിയാണ്. കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. ഓർക്കുക, പിണറായി വിജയൻ അല്ല വില്ലൻ. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു വില്ലൻ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഞാൻ ജനിച്ച ബ്രാഹ്മണ സവർണ വിഭാഗത്തിലെ ആൾക്കാരാണ് കൂടുതൽ സ്വാധീനം. അവർ മതങ്ങളുടെ എല്ലാം മേളിൽ കുതിര കയറാൻ നല്ലൊരു അവസരം കിട്ടിയപ്പോൾ അത് ചെയ്തതാണ്. അതായത് ശബരിമലയിൽ ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി എന്തോ വലിയ ത്യാഗം ചെയ്തു. ഇനി ഇത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ മേലിലൂടെ കയറണമെന്നും ആർട്ടിക്കിൾ 25 ഡയല്യൂട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ജസ്റ്റിസ് ദീപക് ഞാൻ ഏറ്റവും ആദരവോട് പറയുകയാണ്, രാജാവ് നഗ്നനാണെന്ന് കൊണ്ട് പറഞ്ഞതുപോലെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് ചീഫ് ജസ്റ്റിസിനെതിരെ പറഞ്ഞ പരാമർശങ്ങൾ അത് ഇംഗ്ലീഷിലെടുത്ത് അവിടെ നമ്മുടെ ഇന്ദിരാ വരെ പ്രസന്റ് ചെയ്തു. അതാണ് ഈ വിഷയത്തിന്റെ ക്രക്സ്. ഞാൻ എന്റെ ജീവിതത്തിന്റെ 20 വർഷം, 2006 മുതൽ 2026 വരെയുള്ള 20 വർഷം ഈ വിഷയത്തിന് മാറ്റിവെച്ചതും പഠിച്ചതും പോരാടിയ വ്യക്തിയാണ്. അവരോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. പലതവണ ഞാൻ കോടതിയിൽ വന്നിരുപ്പോ, ആദ്യകാലത്ത് ഈ വിഷയത്തിലുള്ള ആൾക്കാർ ഏറ്റെടുക്കാറുള്ള കാലത്ത് വന്നപ്പോ ഞാൻ ഒറ്റയ്ക്ക് ശബരിമല കേസ് കേൾക്കാൻ നമ്മുടെ ഭാഗത്തും നിന്നിട്ടുണ്ട്. അപ്പൊ ആരോടും വിരോധമല്ല. ഇനിയെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയതുപോലെ, ശശി തരൂർ നിലപാട് മാറ്റിയതുപോലെ, മോദിജി നല്ല നിലപാട്, രാഹുൽ ഗാന്ധി നിലപാടൊന്നും മാറ്റിയിട്ടില്ല. രാഹുൽ ഗാന്ധി പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.